ഫീഡ് ഫേഷൻ കോട്ടക്കലോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മുടെ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒരു പുതിയ ഇനം വന്നിട്ടുണ്ട്. തീർച്ചയായും പണിയ നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ മത്സരം കഴിഞ്ഞിറങ്ങിയ കുറച്ച് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. എന്തായിരുന്നു മോനെ പേരെന്തായിരുന്നു? കൃഷ്ണകിരൺ. ഗൗതം കൃഷ്ണ. ദേവിക. നിഹാല. ആരുഷി. വിദുറ്റ. അൽഷ. ശിഖ. അഭിരാമി. വേദ. കാർത്തിക. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വാശിയേറിയിട്ടുള്ള ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ തീർച്ചയായും ദൈർഘ്യമേറിയിട്ടുള്ള മത്സര ഇനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നമ്മുടെ പണിയ നൃത്തം എന്ന് പറയുന്നത്. ശരിക്കും ഇത് നമുക്ക് ഇവരുടെ ഓർണമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ആഭരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആദിവാസി കലാരൂപമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ പണിയ നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ആരാണ് സെറ്റ് ചെയ്തത്? പഠിപ്പിച്ച സാർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്? സാർ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമാർന്ന ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ് നമ്മുടെ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. HS വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് കാണാം. മഞ്ചേരിയിലുള്ള ഏത് സ്കൂൾ ഏതായിരുന്നു മോളെ? NSS ഹയർ സെക്കൻഡറി. യെസ്, മഞ്ചേരിയിലുള്ള NSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്കായിട്ട് ഈ ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഗുരുനാഥനെ നമുക്കൊന്ന് വിളിക്കണ്ടേ? അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണ്ടേ? അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വിളിച്ചോളൂ. സാർ. ഓക്കെ, അപ്പോൾ സാർ പേരെന്തായിരുന്നു? സാർ ഇവിടെ വയനാടാണോ? വയനാട് കൽപ്പറ്റ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കലാരൂപം വരുന്നത്. നമുക്ക് സന്തോഷം. എന്താ ഈ നമ്മളെ ജനറൽ ആയിട്ടുള്ള കുട്ടികൾ ഇത് പഠിക്കാൻ പറ്റിയത് നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതിന്റെ മത്സര ഇനങ്ങളും അതുപോലെ തന്നെ വിധികർത്താക്കളുടെ ഒക്കെ ഇത് എങ്ങനെയായിരുന്നു? അവരുടെ കയ്യിലാണ്. എങ്ങനെയുണ്ട്? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ടാവണം. നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ 18 മിനിറ്റോളം അല്ലേ? 15 മിനിറ്റോളം വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പം ജനറൽ ആയിട്ടുള്ള നാടോടി നൃത്തം ചെയ്യുമ്പം 10 മിനിറ്റും ഞങ്ങൾക്ക് 15 മിനിറ്റും അങ്ങനെയാണ്. തീർച്ചയായും ദൈർഘ്യമേറിയിട്ടുള്ള മത്സരങ്ങളിൽ പെട്ട ഒരു മത്സരം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിപ്പം വട്ടക്കളി പഠിക്കണമെങ്കിൽ ഒരാഴ്ച അല്ല, ഒരു മാസം പിടിക്കും. നമ്മൾ ആ തനത് സാധനം വരുമ്പോൾ. ഇതിന്റെ റൂൾസ് എങ്ങനെയാണ്? റൂൾസ് ഇതിപ്പം കല്യാണം, പിന്നെ മരിച്ചു കഴിഞ്ഞുള്ള ആ ഭാഗങ്ങൾക്ക് ഉള്ളതാണ് ഈ വട്ടക്കളി. കമ്പളനാട്ടി കൃഷിയുമായി ബന്ധപ്പെട്ടാണ് കമ്പളനാട്ടി. ഓക്കെ, അപ്പോൾ അതൊരു ആദിവാസി കലാരൂപം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഒപ്പം തന്നെ ഇവരുടെ ഈ ഒരു ഓർണമെന്റ്സ് അത് സാർ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ശില്പി. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ലെവലിലാണ് അവരുടെ ഇതില്. അപ്പൊ എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്? ഇതല്ല, ഇപ്പം ഒരു
അടിപൊളി വേഷത്തിലാണ് നടക്കുന്നത്. പക്ഷെ ഇത് പണ്ടുള്ള കാലത്ത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ മലബാർ ടൈംസിന്റെ പ്രേക്ഷകർക്ക് ഒരു യോ കൊടുത്ത് എല്ലാവരും കൂടി